സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 1 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു സ്നിക്കേഴ്സ് കേക്കാണിത്. വളരെ സിമ്പിളായിട്ടുള്ള ഓവനൊന്നും ഇല്ലാതെ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്കായിട്ട് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് ഒന്ന് ഗ്രീസ് ആൻഡ് ലൈൻ ചെയ്ത് വെക്കുക. ഒന്നുകിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് വെക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ഡസ്റ്റ് ചെയ്തിട്ട് വെക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 2 എഗ്ഗിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിക്സാക്കിയാൽ മതി. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിനൊരു ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ കേക്കിന് ആ ഫ്ലേവർ വരും. അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചേർത്തത് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നന്നായി തന്നെ മിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുമാത്രമല്ല അതിനകത്ത് വലിയ എയർ ബബിൾസ് ഒന്നും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇല്ലയെന്നും കൂടെ ഉറപ്പ് വരുത്താം. പിന്നെ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ 200 ഡിഗ്രിയിൽ 10 മിനിറ്റിൻ്റെ ഓവന് പ്രീഹീറ്റ് ചെയ്യൽ. ഇതിപ്പോൾ ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഓവനല്ലാതെ സ്റ്റൗ ടോപ്പിൽ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓവനിലാണെങ്കിൽ നിങ്ങളുടെ ഓവന് പ്രീഹീറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ എന്തായാലും അതിൻ്റെ റെഫറൻസ് ബുക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് പ്രീഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഞാനിത് നേരത്തെ പ്രീഹീറ്റ് ആക്കി വെച്ചിട്ടുള്ള അലുമിനിയത്തിൻ്റെ പാത്രമാണ്. അതിലൊരു സ്റ്റാൻഡും ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ചെയ്തെടുക്കേണ്ടത്. 35 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്ക്വയർ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് 40 മിനിറ്റ് ബേക്ക് ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കേക്ക് ടെസ്റ്റർ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് പുറത്തേക്ക് എടുത്ത് ഒന്ന് ചൂട് തണയാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അത് ചൂട് തണയുന്ന സമയത്തേക്ക് നമുക്കിതിലേക്കുള്ള ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 100 ഗ്രാം ക്രീമും 50 ഗ്രാം ചോക്ലേറ്റും വെച്ചിട്ടാണ് ഗനാഷ് റെഡിയാക്കിയിട്ടുള്ളത്. അത് നമുക്കൊരു തിളച്ച വെള്ളത്തിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ നല്ല കട്ടിയുള്ള ഗനാഷ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഫ്രഷ് ക്രീമും 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ്സിന് പകരം നമുക്ക് ഈ ഒരു കേക്കിൽ മിൽക്ക് ചോക്ലേറ്റ്സും ഉപയോഗിക്കാം. വൈറ്റ് കോമ്പൗണ്ട് അല്ല കേട്ടോ, മിൽക്ക് കോമ്പൗണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മെൽട്ടായിട്ട് വരും. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്തിട്ടുള്ളത്. ഇത് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് വെക്കാം. പിന്നെ ഇതിൽ വെച്ചേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കുറച്ച് കരിഞ്ഞ പോലെ ആയിട്ട് മാറും. കൂടുതൽ സമയം ചൂട് തട്ടി കഴിഞ്ഞാൽ ചോക്ലേറ്റ് ജസ്റ്റ് മെൽട്ടായിട്ട് കഴിഞ്ഞാൽ പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒന്ന് റൂം ടെമ്പറേച്ചറിലെത്തണം, അതിനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റ് തണുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും റൂം ടെമ്പറേച്ചറിലെത്താൻ വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ ചൂട് തണയാനായിട്ട് വെക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ക്യാരാമൽ സോസ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ക്രീമും വെച്ചിട്ട് ചെയ്തിട്ടുള്ള സോസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ്. 1/2 കപ്പ് വെച്ച് ചെയ്യുന്നത്. സെയിം മെത്തേഡിൽ തന്നെ അതിൻ്റെ പകുതി മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് 100 ഗ്രാം നിലക്കടല തൊലി കളഞ്ഞത് കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന്
കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം മുകൾ ഭാഗം ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാണ്. നമ്മളിതിൻ്റെ സെൻറ്ററിൽ മാത്രമേ ഫില്ലിങ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പം മുകൾ ഭാഗം അത്ര പൊങ്ങിയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നില്ല. രണ്ടായിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ 3/4 കപ്പ് ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം വിപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗനാഷ് ചേർത്ത് അതിനെ ഒന്ന് ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അതൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് നനച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ക്രീം ഒരു ബോർഡർ പോലെ സൈഡിൽ മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പീനട്ടും കാരാമൽ സോസും ചേർന്ന മിശ്രിതം സെൻറ്ററിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. 100 ഗ്രാം നിലക്കടലയും 1/4 കപ്പ് ക്രീമും 1/4 കപ്പ് പഞ്ചസാരയും വരുന്ന സോസും മിക്സ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ അടുത്ത കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ മാത്രമേ വെക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ലെയറും നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് നനച്ച് കൊടുക്കാം. ഇനി ഇത് മൊത്തമായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. മുകളിലും സൈഡിലൊക്കെ ക്രീം വെച്ച് നല്ലതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിങ് തന്നെ കൊടുക്കുക. അതുകൊണ്ടാണ് 3/4 കപ്പ് നമ്മൾ ക്രീം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1/2 കപ്പിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഈ ഒരു ക്രീമിൽ. കാരണം നമ്മൾ സെൻറ്ററിൽ ഒരു ലൈന് മാത്രമേ കൊടുക്കുന്നേ ഉള്ളൂ. കവർ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ക്രീം എടുക്കുന്നത്. പക്ഷേ നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിന് നല്ല തിക്ക് കോട്ടിങ് കൊടുക്കണം. എന്നാലേ നമ്മൾ ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളൂ. കേക്ക് ഇപ്പോൾ ഐസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. അതല്ലേ നിങ്ങളുടെ ക്രീം മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുക. ക്രീം മെൽറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നമ്മൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ഗണാഷ് ഒഴിക്കുന്ന സമയത്ത് ക്രീമും അതിൻ്റെ കൂടെ ഒലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഗണാഷ് എത്താത്തതുണ്ടെങ്കിൽ താഴെയുള്ളതെന്ന് എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് സ്പൂൺ വെച്ചൊന്ന് റിമൂവ് ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കേക്ക് ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റി ബേസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നൈഫോ സ്പാച്ചുലോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ സൈഡും നമുക്കൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് സ്പാച്ചുല ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു സ്പാച്ചുല അതല്ലെങ്കിൽ ഒരു സ്പൂണോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് രണ്ട് ഭാഗത്തുനിന്നും ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മളെ കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു സ്പാച്ചുല വലിച്ചെടുക്കുക. എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് രണ്ടാമത്തതും എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം സ്പാച്ചുല എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ ബോട്ടം സൈഡ് ഒന്ന് റെഡിയാക്കി കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള കുറച്ച് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. ആ ഒരു ക്രീം വെച്ചിട്ട് ഒരു ഷെൽ ബോർഡറോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോർഡർ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കണക്കാക്കാനായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ക്രീം കൂടെ വെച്ചിട്ട് ചെറിയ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ സ്നിക്കേഴ്സ് ബാർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിനേക്കാളും 10 100 200 നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിന് കോസ്റ്റ് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ ഓവനില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.